ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള തിരുവചനങ്ങൾ. യേശു രൂപാന്തരപ്പെടുന്നു. അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. അപ്പോൾ 2 പേർ, മോശയും ഏലിയായും, അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. അടുത്തു തന്നെ ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. നിദ്രാവിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോട് കൂടെ നിന്ന ഇരുവരെയും കണ്ടു. അവർ പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. താൻ എന്താണ് പറയുന്നതെന്ന് അവന് തന്നെ നിശ്ചയമില്ലായിരുന്നു. അവൻ ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. തങ്ങൾ കണ്ടതൊന്നും ആ ദിവസങ്ങളിൽ അവർ ആരോടും പറഞ്ഞില്ല. കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 5-ാം തീയതി ഈ ചൊവ്വാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ ചുറ്റും ഇരിക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ രൂപാന്തരീകരണ സംഭവത്തെയാണ്. ഈശോയോടുകൂടെ ഓരോ രാത്രിയിലും ഇരിക്കാനും ഈശോയെ കാണാനും ഈശോയെ കേൾക്കാനും അവിടുത്തെ
ആശീർവാദം സ്വീകരിക്കാനുമൊക്കെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോയുടെ രൂപാന്തരീകരണം ഈശോയുടെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങളിൽ ഒന്നായിട്ടാണ് വചനം രേഖപ്പെടുത്തുന്നത്. ഈശോയുടെ ജ്ഞാനസ്നാനം പോലെ, ഈശോയുടെ വളരെ പ്രധാനപ്പെട്ട കാനായിലെ അത്ഭുതം പോലെ, ഈശോയുടെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആരംഭം പോലെ, ദിവ്യകാരുണ്യ സ്ഥാപനം പോലെ, ഈശോയുടെ പരസ്യ ജീവിതത്തിലെ നമ്മൾ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളിൽ ധ്യാനിക്കുന്ന 5 സംഭവങ്ങളിൽ ഒന്നാണ് രൂപാന്തരീകരണം. എന്താണ് രൂപാന്തരീകരണ സംഭവത്തിൻ്റെ പ്രസക്തി? നമുക്കറിയാം ഈശോയുടെ ജ്ഞാനസ്നാനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. ദിവ്യകാരുണ്യ സ്ഥാപനത്തിൻ്റെ പ്രസക്തി നമുക്കറിയാം. എന്താണ് രൂപാന്തരീകരണത്തിൻ്റെ പ്രസക്തി? ഈ രൂപാന്തരീകരണം എന്ന ഒരു സംഭവം ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്തെങ്കിലും കുഴപ്പം, എന്തെങ്കിലും കുറവ് ഉണ്ടാകുമായിരുന്നു. ഇതിപ്പില്ലെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പം. ഇങ്ങനെ ഒരു സംഭവം ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ജ്ഞാനസ്നാനം ഉണ്ടായിരുന്നില്ല എങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ ദിവ്യകാരുണ്യം സ്ഥാപിച്ചില്ലായിരുന്നെങ്കിൽ വലിയ ഒരു കുറവ് അല്ലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഈ രൂപാന്തരീകരണത്തിൻ്റെ പ്രസക്തി എന്താണ്? അതാണ് ഈശോ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്. പല ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ തലത്തിൽ എപ്പോഴാണ് ഈശോ രൂപാന്തരപ്പെടുന്നത്? പ്രാർത്ഥനയുടെ ഒരു പശ്ചാത്തലത്തിലാണ്. രൂപാന്തരീകരണത്തിൽ എന്താണ് സംഭവിച്ചത്? ഈശോയുടെ മുഖം സൂര്യനേക്കാൾ ശോഭയുള്ളതായി ശിഷ്യന്മാർക്ക് കാണപ്പെട്ടു എന്നതാണ് ഇതിനകത്തെ പ്രത്യേകത. ഈശോയുടെ ഹൃദയത്തിലുള്ള പ്രകാശവും മഹത്വവും അതങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ അത് കാണപ്പെട്ടു. ആർക്ക്? ശിഷ്യന്മാർക്ക് കാണപ്പെട്ടു. അവർ എന്തിനാണത് കണ്ടത്? നമ്മുടെ പ്രതിനിധികളായിട്ടാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യ ശരീരത്തിലുള്ള ഈശോയിൽ ദൈവത്തിൻ്റെ ആ പ്രകാശം ഇവര് 3 പേര് കണ്ടത് മനുഷ്യകുലത്തിൻ്റെ പ്രതിനിധികളായിട്ടാണ്. അതായത് ഈശോയുടെ മനുഷ്യ ശരീരം ദൈവത്വത്തിൻ്റെ പൂർണ്ണതയുള്ള ശരീരമാണെന്ന് ഒരു സാക്ഷ്യം ലഭിക്കുകയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. 3 സാക്ഷികളെ കിട്ടുകയാണ്. അവൻ്റെ ഉള്ളിൽ ഈ പ്രകാശവുമായിട്ട് തന്നെയാണ് അവൻ പൂർണ്ണമായി മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണമായും ദൈവമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ വലിയ ഒരു വിശ്വാസ സത്യം, അവൻ പൂർണ്ണമായും മനുഷ്യനും അവൻ പൂർണ്ണമായും ദൈവവുമായിരുന്നു എന്ന സത്യം, അത് സന്ദേഹത്തിന്, സംശയത്തിന് ഇടതരാതെ ദൈവം വെളിപ്പെടുത്തി എന്നതാണ്. മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. നമ്മൾ മറ്റൊരിടത്ത് വായിക്കുന്നുണ്ട്, ഈ ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത അത്രയും വെളുപ്പോടുകൂടെ അത് ശോഭിച്ചു എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് നോട്ട് എ ഹ്യൂമൻ ആക്ടിവിറ്റി. ഇതൊരു മാനുഷികമായ പ്രവൃത്തിയല്ല. അവനിങ്ങനെ പ്രകാശിച്ചത് മാനുഷികമായ ഭൗമികമായൊരു പ്രവൃത്തി കൊണ്ടല്ല, അത് ദൈവീകമായ ഒരു ഇടപെടലും ദൈവികവുമായ പ്രവൃത്തിയുമാണ്. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. അത് കണ്ടപ്പോഴാണ് പത്രോസിന് പറയാൻ തോന്നിയത്, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നന്ന് അല്ലേ. നമുക്ക് പ്രാർത്ഥനയുടെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ, ആരാധനയിലെ ആശ്വാസവും സന്തോഷവും ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പറയും, ഇനി ഓരോടത്തും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്നാ മതി. ഹല്ലേലൂയ. വേറെ എവിടെ പോയാലും വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഓടി വരുന്നതിൻ്റെ കാരണം അവിടുത്തെ സന്നിധിയിൽ പ്രകാശമുണ്ട്, അവിടുത്തെ സന്നിധിയിൽ സമാധാനമുണ്ട്, അവിടുത്തെ സന്നിധിയിൽ സന്തോഷമുണ്ട്. അതാണ് പത്രോസ് ഏറ്റു പറയുന്നത്, ഇനി നമുക്ക് വേറൊരിടത്തും ചേട്ടായി, നമുക്ക് വേറൊരിടത്തും പോകണ്ട, ഇവിടെ തന്നെ നിന്നാ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
യെസ്. അപ്പോൾ പിന്നീടുള്ള കാര്യങ്ങള്, മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേൾക്കുകയാണ്. പത്രോസ് ഈശോയ്ക്ക് ക്ലാസ് എടുത്തു കൊടുക്കാണ്. എന്തെന്ന് പറഞ്ഞുകൊണ്ട്, നമുക്കിനി വേറൊരിടത്തും പോകണ്ട, ഇവിടെ തന്നെ വീട് കെട്ടി താമസിക്കാമെന്ന് ആര് ക്ലാസ് എടുക്കാണ്? പത്രോസ് ശിഷ്യൻ ഗുരുവിന് ക്ലാസ് എടുക്കാണ്. അല്ലേ? നമ്മൾ ചില നേരത്ത് കർത്താവിന് ക്ലാസ് എടുത്തു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കർത്താവിന് ക്ലാസ് എടുത്ത് കൊടുക്കാൻ മാത്രം മിടുക്കരാണ് നമ്മൾ. അപ്പോൾ കർത്താവ് പറയാണ്, നീ ക്ലാസ് എടുക്കണ്ട. എന്നിട്ട് സ്വർഗത്തിൽ നിന്നൊരു സ്വരം അവരോട് പറയാണ്, നിങ്ങൾ ക്ലാസ് എടുക്കണ്ട. അല്ലേ? ക്ലാസ് ആരെടുത്തോളും? നിങ്ങൾ. അതാണ് സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. നിങ്ങൾ പറയുന്നത് അവനല്ല കേൾക്കേണ്ടത്, അവൻ പറയുന്നത് നിങ്ങളാണ് കേൾക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് ക്ലാസ് എടുത്തു കൊടുക്കാൻ പോകണം. കർത്താവ് നമുക്ക് പറയുന്നത്, ഇവൻ പറയുന്നത് കേൾക്കുവിൻ. എന്തുകൊണ്ടാണ് അവൻ പറയുന്നത് കേൾക്കേണ്ടത്? അവൻ പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമാണ്. അവൻ പൂർണ്ണമായി മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ പൂർണ്ണമായും ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ അവൻ പറയുന്നത് കേൾക്കുവിൻ. നിങ്ങൾക്ക് കേൾക്കാനുള്ള കാതുകളുണ്ടാകട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി. നാളെ ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഈശോയുടെ രൂപാന്തരീകരണ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്ന ദിവസമാണ്. ഈശോയുടെ തിരുമുഖത്ത് വെളിപ്പെടുന്ന പ്രകാശം കാണാൻ നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടട്ടെ. അവൻ്റെ പൂർണ്ണമായ ദൈവത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ, അത് ഏറ്റുപറയാൻ ഒക്കെയുള്ള കൃപ, അതിന് സാക്ഷിയാകാൻ കർത്താവ് നമുക്ക് ഒരു അഭിഷേകം തരുന്നു. ദിവ്യകാരുണ്യത്തിൽ നമ്മൾ ഈ രൂപാന്തരപ്പെട്ട ഈശോയെ കാണുന്നുണ്ട്. പൂർണ്ണമായും മനുഷ്യനും പൂർണ്ണമായും ദൈവവുമായിരിക്കുന്നവനെ നമ്മൾ കാണുകയും അവൻ പറയുന്നത് ഞങ്ങൾ കേൾക്കും, അവൻ പറയുന്നത് ഞങ്ങൾ അനുസരിക്കും എന്ന് നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ അവിടുന്ന് നമ്മോട് അരുളി ചെയ്ത കാര്യങ്ങൾ അനുസരിക്കാൻ, അത് കേൾക്കാൻ, അതിനുവേണ്ടി ഹൃദയം സമർപ്പിക്കാൻ കഴിയാതെ പോയ, പ്രത്യാശയോടെ വിശ്വാസത്തോടെ പൂർണ്ണമായും അവൻ്റെ വാക്കുകൾക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ കഴിയാതെ പോയ സമയങ്ങളെ ഓർത്ത് അനുതപിക്കാം. ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുതപിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ, ആത്മീകവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ, സാധാരണ ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഗ്രഹങ്ങൾ, അസാധാരണമായി അസ്വാഭാവികമായി ഒക്കെ സംഭവിക്കുന്ന അനുഗ്രഹങ്ങൾ, എല്ലാറ്റിനും നമുക്ക് ഹൃദയം തുറന്ന് നന്ദി പറയാം. നമുക്ക് ലഭിക്കുന്ന ആരോഗ്യം, ഭക്ഷണം, വസ്ത്രം, അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന സ്നേഹാനുഭവങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മെ കരുതുന്നവർ, നമ്മെക്കുറിച്ച് ചിന്തയുള്ളവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മെ വിശ്വാസത്തിൽ വഴി നടത്തുന്നവർ, നല്ല വഴി നമ്മെ കാണിച്ചു തരുന്നവർ,
നമ്മുടെ അധ്യാപകർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ജീവിത പങ്കാളി എല്ലാവരെയും ഓർത്ത് നന്ദി പറയാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം, ദേവാലയം, ആരാധന, കുർബാന, വൈദികർ, സമർപ്പിതർ, തിരുസഭയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കരങ്ങളടിച്ച് സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച്, ശിരസിന് മുകളിൽ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ലഭിച്ചിട്ടുള്ള കൃപകളെ ഓർത്ത് നന്ദി പറയട്ടെ. പിശാചിക പീഡകൾ വിട്ടുപോകുന്നതിനെ ഓർത്ത്, തടസ്സങ്ങൾ മാറുന്നതിനെ ഓർത്ത്, അഭിഷേകം വർദ്ധിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ദൈവസ്വരം കേൾക്കാൻ കഴിയുന്നതിനെ ഓർത്ത്, ദൈവിക വെളിപാടുകൾ ലഭിക്കുന്നതിനെ ഓർത്ത്, ദൈവമഹത്വം ദർശിക്കാൻ കഴിയുന്നതിനെ ഓർത്ത്, മനുഷ്യന് അസാധ്യമായത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്നവനാണ് ദൈവമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമഹത്വം കാണുന്നവർ ദൈവമഹത്വത്തിന് സാക്ഷികളായി തീരണം. കർത്താവ് നമ്മെ വ്യക്തിപരമായി തൻ്റെ മഹത്വം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ളവരുടെ മുൻപിൽ ആ ദൈവമഹത്വത്തിന് സാക്ഷികളായി തീരുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രയോ വട്ടമാണ് നമ്മൾ കർത്താവിൻ്റെ ശക്തി അനുഭവിച്ചിട്ടുള്ളത്. അവൻ തൻ്റെ മഹത്വം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളത്. മനുഷ്യന് സാധ്യമായ എത്രയോ കാര്യങ്ങളാണ് അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ആ ഓരോ സംഭവത്തിലും കർത്താവിൻ്റെ മഹത്വമാണ് നമ്മൾ ദർശിച്ചത്. കർത്താവിൻ്റെ മഹത്വം ദർശിച്ച പത്രോസും യാക്കോബും യോഹന്നാനും അത് യഥാസമയത്ത് വെളിപ്പെടുത്തുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവശക്തിയുടെ മാനിഫെസ്റ്റേഷൻ നമ്മൾ സാക്ഷ്യപ്പെടുത്താൻ കടപ്പെട്ടവരാണ്. നമ്മുടെ 7 നിയോഗങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും താമസിക്കാൻ ഇടമില്ലാത്തവരെയും യാത്ര ചെയ്യുന്നവരെയും അതുപോലെ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെയും എഴുതിയ പരീക്ഷകളുടെ റിസൾട്ട് കാത്തിരിക്കുന്നവരെയും ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്നവരെയും ജോലി അന്വേഷിക്കുന്നവരെയും ജോലിയില്ലാത്തത് മൂലം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെയും വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്തവരെയും സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
നമ്മുടെ കൃഷിയിടങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ധാരാളം ദൈവവിളി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മിഷണറി പ്രവർത്തനങ്ങളെയും മിഷൻ പ്രദേശങ്ങളെയും അതുപോലെ മിഷൻ പ്രദേശങ്ങളിൽ വിശ്വാസ പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ആശീർവാദം സ്വീകരിക്കാം. ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് തൻ്റെ സിരുസന്നിധിയിലേക്ക് ഞങ്ങളെ മാടി വിളിച്ച് തൻ്റെ ഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് നിർത്തുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് തൻ്റെ സ്വർഗീയമായ മഹത്വം ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നവനായ, ഞങ്ങളത് അനുഭവിക്കുവാൻ ഇടവരുത്തുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ദൈവമഹത്വത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ നിയോഗിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ളൊരു രാത്രി, പ്രാർത്ഥനയുള്ളൊരു രാത്രി ആശംസിക്കുന്നു. നാളെ 6-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. നിങ്ങൾക്കറിയാം, നാളെ ബുധനാഴ്ച കാലത്ത് 9 മണി മുതൽ 12 മണി വരെ ഈ ആലയത്തിൽ ഇവിടെ അടിക്കുകയും തുടക്കുകയും ഒക്കെ ഉള്ള ശുശ്രൂഷ ഉള്ള ദിവസമാണ്. ആഗ്രഹിക്കുന്നവർക്ക് അതിൽ പങ്കുചേരാവുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഈ ദിവസങ്ങളിൽ വൈദികർക്കുള്ള ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അച്ഛന് വേണ്ടിയും കൂടെ ധ്യാനിക്കുന്നവർക്ക് വേണ്ടിയും ധ്യാനം നയിക്കുന്ന ഡാനിയേൽ അച്ഛന് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു.